അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 4ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 14ാമത്തെ പാഠം അദ്ദർസുർ റാബിഅ അശറ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മസ്ജിദുകളിലും വീടുകളിലും വഴികളിലും തക്ബീർ മുഴങ്ങുന്നു. എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. അബ്ദുല്ലായും അബ്ദുറഹ്മാനും തക്ബീർ ചൊല്ലി നടന്നു. അവർ പള്ളിയിലെത്തി തഹിയ്യത്ത് നിസ്കരിച്ചു. ആളുകൾക്കൊപ്പം തക്ബീർ ചൊല്ലി. ഇമാം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം വിശദീകരിച്ചു. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോടുകൂടി അദാ ആയി ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക. ദുആഉൽ ഇഫ്തിതാഹിനു ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. അസ്വലാത്ത ജാമിഅ മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞു. എല്ലാവരും സ്വഫായി നിന്നു. സലാമിനു ശേഷം ഇമാം അറബിയിൽ 2 ഖുത്ബ ഓതി. ആദ്യ ഖുത്ബ തുടങ്ങുമ്പോൾ 9 പ്രാവശ്യവും 2ാം ഖുത്ബ തുടങ്ങുമ്പോൾ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലി. ഖുത്ബയ്ക്ക് ശേഷം പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇമാം പ്രസംഗിച്ചു. മുസ്ലിങ്ങളുടെ രണ്ടാഘോഷങ്ങളിൽ ഒന്നാണ് ബലിപെരുന്നാൾ. തക്ബീറും പെരുന്നാൾ നിസ്കാരവും ബലികർമ്മവുമാണ് ഈ ദിവസത്തിലെ പ്രധാന കർമ്മങ്ങൾ. പുരുഷൻ മസ്ജിദിൽ വന്നും സ്ത്രീകൾ വീടുകളിൽ വെച്ചും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. സൂര്യോദയം മുതൽ ളുഹർ വരെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമാണ്. നിസ്കാരത്തിന് ഇഹ്റാം ചെയ്യുന്നതോടെ നിരുപാധിക തക്ബീറിൻ്റെ സമയം അവസാനിക്കും. എന്നാൽ അറഫ ദിവസം സുബഹ് മുതൽ അയ്യാമുത്ത് തശ്രീഖിലെ അവസാനത്തെ അസ്ർ വരെ ഓരോ നിസ്കാരത്തിനു ശേഷവും സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നല്ല ഭക്ഷണം കഴിച്ചും പുതുവസ്ത്രം ധരിച്ചും കുടുംബങ്ങളെ സന്ദർശിച്ചും നാം ഇന്ന് സന്തോഷം പങ്കിടണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് ചെയ്യണം. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണം. പാവപ്പെട്ടവരെ സഹായിക്കണം. എല്ലാ തിന്മകളും വർജിക്കണം. നല്ല കാര്യം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശേഷം അബ്ദുല്ലായും അബ്ദുറഹ്മാനും ഉപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്ത് ചെയ്തു. ഈ വഴിയിലൂടെയല്ലല്ലോ നാം വന്നത്? അബ്ദുറഹ്മാൻ ചോദിച്ചു. അബ്ദുള്ള, മസ്ജിദിലേക്ക് പോകുമ്പോൾ ദീർഘവഴിയിലൂടെയും മടങ്ങുമ്പോൾ എളുപ്പ വഴിയിലൂടെയും ആയിരിക്കൽ സുന്നത്താണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല ഏറ്റവും വലിയവൻ. അല്ലാഹു തആലക്കാണ് സർവസ്തുതിയും. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. ദർസുർ റാബിഅ അശറ വലില്ലാഹിൽ ഹംദ്. നുജീബ്, ഉത്തരം എഴുതുക. പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ എത്ര തക്ബീറുകൾ ചൊല്ലണം? 7. 2. പെരുന്നാൾ നിസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ എത്ര തക്ബീറുകൾ ചൊല്ലണം? 5. 3. 1ാമത്തെ റക്അത്തിൽ തക്ബീർ ചൊല്ലേണ്ടത് എപ്പോൾ? ദുആഉൽ ഇഫ്തിതാഹിനു ശേഷം. 4. 2ാമത്തെ റക്അത്തിൽ തക്ബീർ ചൊല്ലേണ്ടത് എപ്പോൾ? ഫാത്തിഹയ്ക്ക് മുമ്പ്. 5. പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറയണം എന്ത്? അസ്വലാത്ത ജാമിഅ. 6. പെരുന്നാൾ നിസ്കാരത്തിന് എത്ര ഖുത്ബകളുണ്ട്? ഉത്തരം 2. 7. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഖുത്ബ നിർവഹിക്കേണ്ടത് ഏതു ഭാഷയിൽ? അറബിയിൽ. 8. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഖുത്ബ നിർവഹിക്കേണ്ടത് എപ്പോൾ? പെരുന്നാൾ നിസ്കാരത്തിനു ശേഷം. 9. പെരുന്നാൾ ദിവസം ചൊല്ലുന്ന തക്ബീർ എഴുതുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 10. മറ്റു നിസ്കാരങ്ങളിലില്ലാത്തതും പെരുന്നാൾ നിസ്കാരത്തിലുള്ളതുമായ പ്രത്യേക ദിക്റുകൾ എഴുതുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 11. പെരുന്നാൾ നിസ്കാരത്തിലെ പ്രത്യേക ദിക്റുകൾ എത്ര തവണ ചൊല്ലണം? 1 തവണ. 12. ബലിപെരുന്നാൾ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് എഴുതുക. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോടുകൂടെ അദാ ആയി ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു.
13 ഒന്നാമത്തെ ഖുതുബ ആരംഭിക്കുമ്പോൾ എത്ര തക്ബീർ ചൊല്ലണം? 9. 11 തഖ്സീസ്. 1. പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോടുകൂടെ അദാ ആയി ഖിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടുക. ദുആഉൽ ഇഫ്തിതാഹിനു ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2. പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇമാം പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി വിവരിക്കുക. മുസ്ലിങ്ങളുടെ 2 ആഘോഷങ്ങളിൽ ഒന്നാണ് ബലിപെരുന്നാൾ. തക്ബീറും പെരുന്നാൾ നിസ്കാരവും ബലികർമ്മവുമാണ് ഈ ദിവസത്തിലെ പ്രധാന കർമ്മങ്ങൾ. പുരുഷൻ മസ്ജിദിൽ വന്നും സ്ത്രീകൾ വീടുകളിൽ വെച്ചും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. സൂര്യോദയം മുതൽ ളുഹർ വരെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമാണ്. നിസ്കാരത്തിന് ഇഹ്റാം ചെയ്യുന്നതോടെ നിരുപാധിക തക്ബീറിൻ്റെ സമയം അവസാനിക്കും. എന്നാൽ അറഫാ ദിവസം സുബഹി മുതൽ അയ്യാമു തശ്രീക്കിലെ അവസാനത്തെ അസ്ർ വരെ ഓരോ നിസ്കാരത്തിനു ശേഷവും സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നല്ല ഭക്ഷണം കഴിച്ചും പുതുവസ്ത്രം ധരിച്ചും കുടുംബങ്ങളെ സന്ദർശിച്ചും നാം ഇന്ന് സന്തോഷം പങ്കിടണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് ചെയ്യണം. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണം. പാവപ്പെട്ടവരെ സഹായിക്കണം. എല്ലാ തിന്മകളും വർജിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി 3-ാമത്തെ വർക്ക്, എൻ്റെ വീട്ടിലെ പെരുന്നാൾ ആഘോഷം എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാർ അത് തയ്യാറാക്കി വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.